ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീറ്റതാണ്. അത്താഴത്തിന് നമ്മൾക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ട്, അതുപോലെ കട്ടൻ ചായ ഉണ്ട്, പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. തലേ ദിവസം നമ്മൾ ചോറൊന്നും വെച്ചിട്ടുണ്ടെന്നില്ല, ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തലേ രാത്രിയാണ് ചപ്പാത്തി ചുട്ട് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞാനും കൊച്ചും സച്ചും കൂടിയിട്ട് ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യാമിക്കുട്ടിക്ക് പിന്നെ നോമ്പൊന്നുമില്ലല്ലോ, ഓള് പിന്നെ ഉറങ്ങുകയാണ് കേട്ടോ. ഓളും അതുപോലെ നമ്മളെ കുഞ്ഞുമണിയും ഉറങ്ങുകയാണ്. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഖുർആൻ ഓതാൻ വിചാരിച്ചു. ഒരു പാട്ട തണുത്ത വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പകലിപ്പോൾ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പകരമൊക്കെ കുടിച്ച് ബാങ്ക് കൊടുക്കോളം കുടിച്ചിരിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഖുർആൻ ഓതാൻ വേണ്ടി വന്നതാണ്. നമ്മളെ കുഞ്ഞുമണി ഉണ്ടായതിൻ്റെ ശേഷം ഫസ്റ്റത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണരും ഒന്നും അറിയില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓനിപ്പോൾ 6 മാസമായി, അതുകൊണ്ട് തന്നെ ഓൻ്റെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കണം. നമ്മളെ ഇഷ്ടത്തിന് ഓന് നിൽക്കുന്ന സമയമല്ലല്ലോ. അങ്ങനെ ഞാൻ ഖുർആൻ എടുത്തിട്ട് പിന്നെ അൽക്കാഫ് ഓതുകയാണ് കേട്ടോ. നമ്മളെ മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും ഈ ഒരു അൽക്കാഫ് സൂറത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. എല്ലാ സൂറത്തും അതുപോലെ തന്നെയാണ് കേട്ടോ, അൽക്കാഫ് മാത്രമല്ല. പക്ഷേ എന്നാലും നമുക്ക് ചില പ്രതിസന്ധികളിൽ നമുക്ക് മനസ്സമാധാനം ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവില്ലേ, സംഭവങ്ങൾ ഉണ്ടാവില്ലേ. അങ്ങനെയുണ്ട് എൻ്റെ ഒരു ജീവിതത്തിൽ അൽക്കാഫ് സൂറത്ത്. അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് ഓതേണ്ടി വന്നത് നല്ല ഓതിയേണ്ട കൊണ്ടായിരിക്കാം ആ സൂറത്ത് എനിക്ക് കാണാതെയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, എൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അൽഹംദുലില്ലാ ഒന്നും വിചാരിക്കരുത്. അതുപോലെ അതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ അടിച്ചു വാരി തുടച്ച് പിന്നെ ഞാൻ പലിശയ്ക്ക് വെച്ചതിന് ശേഷം കടന്നിട്ടില്ല കേട്ടോ. കുട്ടി ഉറങ്ങുകയാണെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ വേഗം പണികൾ തീർത്തു. അങ്ങനെ എന്താ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കുട്ടി ഉണർന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യ ജോലികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കരുതി നേരത്തെ തന്നെ കുളിപ്പിക്കാമെന്ന്. അല്ലാത്ത സമയങ്ങളിൽ ഞാനൊരു 10 മണിക്കാണ് അവനെ എണ്ണച്ച് കുളിപ്പിക്കൽ കേട്ടോ. അതിന് ശേഷം ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ ഉറക്കലാണ് വീണ്ടും. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ തന്നെ കുളി കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞല്ലോ. അങ്ങനെ ഇതാ കുളിപ്പിച്ച് എണ്ണയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി ഇവിടെ കടത്തിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ അമ്മിക്കുട്ടിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഓള് കുട്ടീനെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നോളും. ഒരു ഒറ്റക്ക് കിടക്കാനൊക്കെ ഒരു മടിയാണ് കേട്ടോ, ഒരാളിങ്ങനെ വേണം. കുട്ടികൾക്കാണെങ്കിൽ ഓനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുളിപ്പിച്ച് ഓനെ ലോഷനും കാര്യങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കിക്കണേ. ഇനി ചില സമയത്ത് ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവരണം, അപ്പം തന്നെ ഉറക്കും. ഇങ്ങനെ കുട്ടികൾക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം നോക്കി കളിപ്പിച്ചതിൻ്റെ ശേഷമൊക്കെ ഉറക്കുള്ളൂ. അപ്പോൾ ഞാൻ അവനെ എന്നും പാമ്പേഴ്സ് ഇട്ട് കൊടുക്കലില്ല കേട്ടോ. പകൽ സമയത്ത് രാത്രിയിൽ എന്നും ഇട്ട് കൊടുക്കും. പകൽ ഞാൻ ഇതേതുപോലെ തുണി വെച്ചിട്ട് പാമ്പേഴ്സ് ഉണ്ടാക്കി കൊടുക്കലാണ്. ഈ ഒരു പാമ്പേഴ്സിൻ്റെ വീഡിയോ എനിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുതരാം കേട്ടോ. അത് ഞാൻ ഈ അമ്മിക്കുട്ടിനെ പ്രസവിച്ച് വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു താത്ത എനിക്ക് പഠിപ്പിച്ച് തന്നിരുന്നു. നല്ലൊരു ഉപകാരം ഇതാണ്. ഈ തുണി കുറച്ച് ഏറെയാണ് കേട്ടോ, അത്ര വേണ്ട. ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയൊരു തുണി മതി. ഇതൊരു വലിയ തുണി ഉണ്ടായപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അതിനുശേഷം ആ അമ്മിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഓള് ഉപ്പായൊക്കെ ഇടിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സച്ചുമോൻ എണീറ്റിരുന്നു. സച്ചുവിന് നോമ്പുണ്ട് കേട്ടോ. 10 നോമ്പായതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. അതിനുശേഷം ഞാൻ അവനെ ഉറക്കി ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ അവന് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരുവിധ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കുളിയും കാര്യങ്ങളും തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നോമ്പാകുമ്പോൾ സ്കൂളില്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പണി വരും കേട്ടോ. സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി കുറച്ച് വൈകും. ഈ ഒരു ചട്ടി ആണെങ്കിൽ ഞാനിത് പുറത്ത് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു ചട്ടി, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കാൻ ഞാൻ സാധാരണ അധികം കാലിൽ കടത്തിയിട്ടാട്ടോ കൊടുക്കില്ല. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. ഇങ്ങനെ ആകുമ്പോൾ അവന് കുറേ കോപ്രായങ്ങൾ കാട്ടും. അതുപോലെ തന്നെ അവൻ എപ്പോഴും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈമ പിടിക്കും, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കണം, സ്പൂൺ വാങ്ങും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ പരിപാടിക്ക് ശേഷം ഫുഡൊക്കെ കൊടുത്ത് വീണ്ടും അവനെ ഉറക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ അടുക്കളയ്ക്ക് വന്ന കേട്ടോ. അടുക്കളയ്ക്ക് ഒരു 3 മണി ഓനെ ഉറക്കിയതിൻ്റെ ശേഷം തന്നെ ഞാൻ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓന് എപ്പോഴാണ് ഉണരുക എന്ന് പറയാൻ പറ്റില്ല. ഉണർന്നാൽ എങ്ങനെയാണ് സ്വഭാവം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് പരമാവധി ചെയ്യേണ്ട കാര്യങ്ങൾ വേഗം ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങി കൊടുക്കേണ്ട ഒരു മുന്നേറ്റത്തിന് നമ്മളെ പണികളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ തീമിച്ചു. പിന്നെ അതിൽ അരി തേങ്ങ വറുക്കാൻ വേണ്ടി ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സമൂസയോ അല്ലെങ്കിൽ ചിക്കറോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മസാല റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഫസ്റ്റ് നോമ്പല്ലേ, നമ്മൾ സച്ചുവിന് എന്തെങ്കിലുമൊക്കെ വേണമല്ലേ, കട്ട്ലറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കി വെച്ചു. ഇനി അധികം എന്താ നമുക്ക് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ സമൂസ ഷീറ്റൊന്നും കൊണ്ടുവന്ന് വെച്ചതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അത് വെക്കണം, അല്ലെങ്കിൽ ബ്രെഡ് വന്നിട്ട് ചിക്കൻ റോളാക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
അതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കി വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ടേനു. പിന്നെ ഇത് നമ്മൾ തേങ്ങ കുറച്ച് അധികം കേട്ടോ. നമുക്ക് അത്താഴത്തിനും കൂടി നമ്മൾ ഈ കറി തന്നെയാണ് ഉപയോഗിക്കുക, വേറെ കറിയൊന്നും കൂട്ടില്ല കേട്ടോ. അത്താഴത്തിന് ചോറാണ്. പിന്നെ രണ്ടാമത്തെ നോമ്പിന് അതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് ഒരു ജഗ്ഗിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ മധുരം ഇട്ട് അലിയിച്ച് വെക്കാനുണ്ടോ. അത് നമുക്ക് നാരങ്ങ വെള്ളമോ വത്തക്ക വെള്ളം എന്ത് വെള്ളമാണെങ്കിലും നമ്മൾ മധുരം നേരത്തെ തന്നെ അലിയിച്ച് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ കറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് താളിച്ച് പിന്നെ തേങ്ങയൊക്കെ അരപ്പൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം അത് തൂമിച്ച് വയ്ക്കണം. പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടെന്നുള്ളത് നമുക്ക് തുറക്കണ സമയത്തും അതുപോലെ തന്നെ പിന്നെ അത്താഴത്തിനും പിന്നെ രാവിലെ ആമിക്കുട്ടിക്ക് ചായക്കടിക്കും. നോമ്പ് കാലമാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, രാത്രി തലേ ദിവസത്തെ കടികളും കറികളും ഒക്കെയാണല്ലോ പിറ്റേന്ന് രാവിലെ നോമ്പ് ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുക. അതൊക്കെ അതിന് വൈക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പത്തിരി വാട്ടിൽ കുറച്ച് അധികം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ നോമ്പാകുമ്പോൾ കുറച്ച് തോന വേണം. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും ചില ദിവസങ്ങളിൽ, ചിലപ്പോൾ കണക്കാവും. അത് തറാവി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചായ കുടിക്കും. അതുപോലെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമ്മൾ നോമ്പ് നോറ്റി കഴിഞ്ഞ് സാധാരണത്തെ പോലെ അല്ലല്ലോ അന്ന്. അപ്പോൾ നമുക്ക് വേറെ വിശപ്പല്ലേ. അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ പരത്തിയെടുത്തു. അതിന് ശേഷം ഇക്കാൻ്റെ വീഡിയോ വന്നതോടുകൂടി നമുക്ക് അന്ന് പിന്നീടുള്ള സംഗതികളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എല്ലാത്തിനും കൂടിയിട്ട് ഒരു ഫോണേ ഉള്ളൂ, വീഡിയോ എടുക്കാനും ഫോൺ വിളിക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫോൺ കയ്യിൽ കിട്ടൂല, അവർക്ക് എപ്പോഴും വേണം ഫോണ്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനാണ് ഇതാണെന്ന് പറഞ്ഞ് അവർക്ക് പരമാവധി കൊടുക്കാതെ വെക്കലാണ്. യാമി എടുക്കുമ്പോൾ സച്ചുവിന് വേണം, സച്ചു എടുക്കുമ്പോൾ യാമിക്കും വേണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ നല്ല എല്ലായിടത്തെ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഞാൻ പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ കേട്ടോ. പുറത്തെ അടുപ്പിൽ വെച്ച് പത്തിരി നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ആ ഒരു പത്തിരിക്ക് ഒരു പണ്ടത്തെ ഒരു ഓർമ്മ അങ്ങനെ വരും. ആ പത്തിരിൻ്റെ മണം ഇങ്ങനെ മൂക്കിലടിച്ച് കയറുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ച് ബ്രെഡ് ക്രംസും അതുപോലെ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. നമ്മളെ ബ്രെഡ് എന്തോന്നറിയില്ല, ഒരു പൊടിഞ്ഞു പോണ സൈസ് ബ്രെഡ്. അതിൽ പിന്നെ ഇങ്ങനെ ചെയ്തു, നമ്മൾ സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് റെഡിയാക്കാൻ വിചാരിച്ചു. അല്ലാതെ ശരിയാണില്ല, കണ്ടോ ബ്രെഡ് ശരിയാണില്ല. ഇങ്ങനെ ബോളാക്കി നോക്കി, അത് നടക്കണില്ല. ഞാൻ പിന്നെ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കില്ല, അതുപോലെ ചെയ്ത് നോക്കി, അതും നടക്കണില്ല. അതിൽ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെ ചെയ്തിട്ട് ആക്കാൻ വിചാരിച്ചു. പക്ഷേ അതും നമുക്ക് പണി തന്നിട്ടോ, അതും അത്ര പെർഫെക്റ്റ് ആയതൊന്നുമില്ല. അതാ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു. അത് പിന്നെ വല്ല സ്പൂൺ കൊണ്ട് അതൊക്കെ തോണ്ടി റെഡിയാക്കി. എന്തായാലും കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ അതിനെ അങ്ങനെ ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഒരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കണം. ഞാൻ നേരത്തെ തന്നെ മധുരമൊക്കെ ഇട്ട് അലിയിച്ച് വെച്ചിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് വത്തക്ക അതുപോലെ പിന്നെ ഉടച്ചെടുത്തിട്ടുണ്ടോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തണുത്ത വെള്ളം കേട്ടോ ഒഴിക്കണത്, സ്പ്രൈറ്റൊന്നുമല്ല. അത് ഒഴിച്ചാണ്ട് സെറ്റാക്കി എടുക്കുക. നല്ല എന്താ പറയുക, ചൂടായി നിൽക്കുന്ന സമയമല്ലേ. അങ്ങനെ അവസാനം നമ്മൾ തുറക്കാനുള്ള വത്തക്ക വെള്ളവും അതുപോലെ ചായയും തണുത്ത വെള്ളവും ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും